മോട്ടറോളയുടെ പുതിയൊരു സ്മാർട്ട് ഫോണും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. മോട്ടറോള 1 മാക്രോ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാക്രോ ഫോട്ടോഗ്രാഫിക്കും സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിനുമാണ് ഈ ഫോണിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചറായിട്ട് വരുന്നത് ഇത് മാത്രമല്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള 1 മാക്രോയുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മോട്ടറോള 1 മാക്രോ വരുന്നത് 6.2 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ചില ഫോണുകളിലൊക്കെ ഫുൾ HD+ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. 19:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഏകദേശം 82% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എന്നാലും ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷും അതുപോലെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് IPX2 റേറ്റിംഗ് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഫോൺ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P17 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് ഹീലിയോ P17 എന്നുള്ളത്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്ക് 4GB റാമാണ് ലഭിക്കുന്നത്. പിന്നെ 64GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് 3GB റാമും 32GB ഇൻറ്റേർണലുമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് 9 സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണ് ആൻഡ്രോയിഡ് 1 പ്രോഗ്രാമിന് കീഴിൽ വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത് തന്നെ ഈ ഫോണിൽ നമുക്ക് ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.0 അപ്പർച്ചറിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ഫോണിൽ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന ഒരു ഡെഡിക്കേറ്റഡ് മാക്രോ ലെൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ വെച്ചിട്ട് വളരെ മികച്ച മാക്രോ ഫോട്ടോസ് എടുക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ 2 സെൻറ്റിമീറ്റർ വരെ അടുത്തുള്ള ഒബ്ജക്റ്റ് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ പിന്നിൽ ലേസർ ഓട്ടോ ഫോക്കസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 4000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 10 വാട്ടിൻ്റെ ചാർജറാണ് ലഭിക്കുന്നത്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 9999 രൂപയാണ്. ഒക്ടോബർ 12 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മോട്ടറോള 1 മാക്രോയെ പറ്റിയിട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്യാമറ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഹീലിയോ P17 എന്നുള്ള പ്രോസസ്സറും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 4GB റാമും 64GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് മോട്ടറോള 1 മാക്രോ.